Hello my dears, welcome to Fatih's Academy. +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സാമിന് മുമ്പ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഇനി ഒരു മാസം കൂടി ഉള്ളൂ എക്സാം. ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും ഒന്നുമില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡാണ്. ഫിസിക്കൽ വേൾഡിൽ ആദ്യം തന്നെ എന്താണ് സയൻസ്, എന്താണ് ഫിസിക്സ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സയൻസിൻ്റെ അർത്ഥം, ലാറ്റിനിൽ സയൻസിൻ്റെ അർത്ഥം ടു നോ എവറിത്തിങ് എറൗണ്ട് അസ് എന്നുള്ളതാണ് സയൻസിൻ്റെ മീനിങ്. സയൻസിന് ഒരുപാട് ശാഖകളുണ്ട് സയൻസിൽ. അതിലെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ് ഫിസിക്സ്. ആ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്നതും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതും പ്രകൃതിയിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഫിസിക്സ്. ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിനൻ. ഇനി 2 ഡൊമൈൻസ് ഓഫ് ഫിസിക്സ്. ഫിസിക്സിന് 2 ഡൊമൈൻ ഉണ്ട്. ഫസ്റ്റ് ഡൊമൈൻ ഇസ് മാക്രോസ്കോപ്പിക് ഡൊമൈൻ ആൻഡ് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. മാക്രോസ്കോപ്പിക് എന്നുള്ള ഒരു ഡൊമൈനുണ്ട്, മൈക്രോസ്കോപ്പിക് ഡൊമൈനുണ്ട്. ഫിസിക്സ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മാക്രോസ്കോപ്പിക് ഡൊമൈനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം, അതിലെ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം. എന്താണ് മാക്രോസ്കോപ്പിക് ഡൊമൈനും മൈക്രോസ്കോപ്പിക് ഡൊമൈനും എന്നാണ് നമ്മൾ നോക്കുന്നത്. As the name implies, macroscopic means large objects and its related phenomenon. അതിലേതൊക്കെ പെടും? ദ ടെറസ്ട്രിയൽ ഒബ്ജക്റ്റ്, റിജിഡ് ബോഡി, സംതിങ് വിച്ച് കുഡ് വി സീ ആൻഡ് എക്സ്പീരിയൻസ്. നമ്മൾക്ക് കാണാൻ പറ്റുന്നതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള റിജിഡ് ബോഡീസിനെ കുറിച്ച്, നമ്മുടെ പ്ലാനറ്റ്സിനെ കുറിച്ച്, എർത്തിനെ കുറിച്ച് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളെയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ മോഷൻസിനെ കുറിച്ചും അതിൻ്റെ എനർജി, അതിൻ്റെ ഡൈനാമിക്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ ഡിസ്കസ് ചെയ്യാം. എന്നാൽ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സംതിങ് വി കനോട്ട് സീ. നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഫിസിക്സാണ്. അതിനെക്കുറിച്ചുള്ള അതിൻ്റെ മോഷൻസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എനർജി ചേഞ്ചസ്, അവിടെ നടക്കുന്ന വിവിധ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഇതിൽ വരുന്നത്, മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ വരുന്നത്. സംതിങ് വി കനോട്ട് സീ ലൈക്ക് ആറ്റംസ്, molecules and nuclear particles and its motion and the related phenomena discusses in microscopic domain. ഇനി ഫിസിക്സ് ഇസ് ക്ലാസിഫൈഡ് ടു 2. ഫിസിക്സ് നമ്മൾ 2 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും. ഇതിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ഡീൽസ് വിത്ത് മാക്രോസ്കോപ്പിക് ഡൊമൈൻ ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് ഡീൽസ് വിത്ത് അവർ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ഇസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. Okay, mechanics is what is mean by mechanics? Mechanics is the study of motion of different rigid bodies and all. Optics is the study of light and light related phenomenon. Electrodynamics deals with electric and magnetic charges and its related forces and its phenomena. Thermodynamics deals with the heat and heat related engines and all the other heat energy, kinetic energy, entropy changes, etc. Explains in thermodynamics. And quantum mechanics, what is quantum mechanics? Which explains the microscopic domain of physics and which deals with the study of motions of atoms and molecules. Okay, ഇനി എന്താണ് ഫിസിക്സിൻ്റെ പ്രത്യേകത? എന്താണ്? ദ നേച്ചർ ഓഫ് ഫിസിക്സ് ഇസ് എവർ ഡൈനാമിക് എന്നാണ് പറയുന്നത്. എന്താണ്? ഫിസിക്സിലെ ഓരോ തിയറീസും ഓരോ ലോസും നത്തിങ് ഇസ് പെർമനൻറ്റ്. അതായത് എല്ലാ കാലത്തും സ്റ്റഡീസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ശാസ്ത്രശാഖയിലും തന്നെ സ്റ്റഡീസ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഇന്നൊരു തിയറി ഈസ് സപ്പോസ് ടു ബി ട്രൂ, ദാറ്റ് മേ ബി പ്രൂവൺ റോങ് ടുമോറോ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ദ നേച്ചർ ഓഫ് ഫിസിക്സ് ഇസ് എവർ ഡൈനാമിക് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു തിയറി ദാറ്റ് മേ ബി proven wrong tomorrow. Changes is always happening in the field of physics. That is why physics is ever dynamic എന്ന് പറയുന്നത്. ഇനി what is scientific method? എന്താണ് scientific method എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? scientific method എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം,
എല്ലാ തിയറികളും അല്ലെങ്കിൽ എല്ലാ ലോസും പിന്നെ പല നിയമങ്ങൾ, പല തിയറികൾ, പല കണ്ടുപിടുത്തങ്ങളും ഒക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ കണ്ടുപിടിച്ചതല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സ് ഓഫ് ഫൈൻഡിങ് ഔട്ട് സംതിങ് ഈസ് കോൾഡ് വാട്ട്? സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഭവം, ഒരു ഫിനോമിനൻ, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു, ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഐഡിയാസ് നമ്മൾ ഫോം ചെയ്യുന്നതിനുള്ള ഡിഫറെൻറ്റ് ഐഡിയാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ സയൻറ്റിഫിക് മെത്തേഡിന് 5 സ്റ്റെപ്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡാണ്. ഏതൊക്കെ? സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. നമ്മളൊരു കാര്യം നമ്മൾക്ക് ഒരു ലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഭവം അത് ശരിയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ ഒബ്സർവ് ചെയ്തേ മതിയാവുള്ളൂ അല്ലേ? ഇനി നമ്മൾ ജസ്റ്റ് ഒബ്സർവേഷനിൽ നമ്മൾ ഒരുപാട് തവണ ഒബ്സർവ് ചെയ്ത് നമ്മളൊരു പർട്ടിക്കുലർ സാധനം കണ്ടു. ഇനി നമ്മൾക്ക് എന്ത് നോക്കണം? ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ന്യൂട്ടന് ഒരു ദിവസം അദ്ദേഹം ഗാർഡനിലിരിക്കുമ്പോൾ ആപ്പിൾ തലയിലേക്ക് വീണു. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഈ ആപ്പിളും താഴേക്ക് തന്നെ വീണ് മുകളിലേക്ക് പോയില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു അല്ലേ? അതിൽ നിന്നാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എക്സ്പ്ലനേഷനും ഗ്രാവിറ്റേഷണൽ ലോയും എല്ലാം വന്നത്. ആ ഒരു സംഭവത്തിൽ നിന്നാണ്. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾക്ക് ആപ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക എന്താണ്? അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂട്ടൻ്റെ ആപ്പിളാണ് ഓർമ്മ വരിക. ആപ്പിൾ പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. അപ്പോൾ ന്യൂട്ടൺ ഒരുപാട് തവണ ഒബ്സർവ് ചെയ്തു ഈ ആപ്പിൾ എല്ലായ്പ്പോഴും താഴേക്ക് തന്നെയാണ് വരുന്നത്, ഒരിക്കലും ഒരു ആപ്പിള് മുകളിലേക്ക് പോകുന്നില്ല. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരുപാട് തവണ ഒബ്സർവ് ചെയ്തു. പിന്നെ അതിന് ശേഷം അദ്ദേഹം വേറെയും പല സാധനങ്ങൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടു. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും മുകളിലേക്ക് പോകുന്നില്ല, ഒക്കെ താഴേക്ക് തന്നെയാണ് വരുന്നത് അല്ലേ? അതിന് നമുക്ക് ഏത് സ്റ്റെപ്പിൽ ഉൾപ്പെടുത്താം? കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സിൽ ഉൾപ്പെടുത്താം. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. ഇനി അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ പറയുന്നത്? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. പിന്നെ ഇനി നമ്മൾ മനസ്സിലാക്കിയ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? മാത്തമാറ്റിക്കൽ മോഡലിംഗ്. അതിനൊരു എക്സ്പ്രഷൻ, അതിനൊരു മാത്തമാറ്റിക്കൽ ബേസിൽ നമുക്ക് അതിനൊരു ഒരു എക്സ്പ്രഷൻ കൊടുക്കണം. അതാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ മോഡലിങ്ങിൽ ചെയ്യുന്നത്. ഇനി മാത്തമാറ്റിക്കൽ മോഡലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ കണ്ടുപിടിച്ച കാര്യം അത് എല്ലായ്പ്പോഴും അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേഴ്സിഫിക്കേഷൻ ആൻഡ് ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. നമ്മൾ കണ്ടുപിടിച്ച കാര്യം അത് എല്ലാ സമയത്തും അപ്ലിക്കബിൾ ആണ്, അതല്ലെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ ഏത് സ്റ്റെപ്പിൽ ചെയ്യുന്നത്? വേഴ്സിഫിക്കേഷൻ ആൻഡ് ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസിൽ ചെയ്യുന്നത്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 5 സ്റ്റെപ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സയൻറ്റിഫിക് മെത്തേഡ് ഇൻക്ലൂഡ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ്, വേഴ്സിഫിക്കേഷൻ ആൻഡ് ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് ഫോഴ്സ് എന്നുള്ള കാര്യം. എന്താണ് ഫോഴ്സ്? നമുക്കറിയാം, സംതിങ് വിച്ച് ചേഞ്ചസ് ദ ഷേപ്പ് ഓർ മോഷൻ ഓഫ് എ ബോഡി ഈസ് കോൾഡ് വാട്ട്? ഫോഴ്സ്. ഫോഴ്സിന് നമ്മൾ ചെറുതിലേ നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ് പുഷ് ഓർ പുൾ വിച്ച് ക്യാൻ ചേഞ്ച് ദ വെലോസിറ്റി ഓർ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ഫോഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ. ഫോഴ്സ് 2 ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ട്: ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആൻഡ് ഡിറൈവ്ഡ് ഫോഴ്സസ്. ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓർ ഓൺലി. Fundamental forces and what is meant by fundamental forces? Fundamental forces means something which occurs naturally. Naturally സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഫോഴ്സാണ് ഇത് ഫണ്ടമെൻ്റൽ ഫോഴ്സ്. ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ നിന്ന് പിന്നെ ഡിറൈവ് ചെയ്ത് വരുന്ന ഫോഴ്സസാണ് ഇത് ഡിറൈവ്ഡ് ഫോഴ്സ്. നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും പഠിച്ച പോലെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള ഫോഴ്സാണ് ഇത് ഫണ്ടമെൻ്റൽ ഫോഴ്സ്. ഈ അടിസ്ഥാന ഫോഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ് ഡിറൈവ്ഡ് ഫോഴ്സ്. ഓക്കെ, now we are concentrating on fundamental force of nature. There are 4 fundamental forces in nature. First one നമുക്ക് എല്ലാവർക്കും അറിയുന്ന gravitational force, second one is electromagnetic force, third one is strong nuclear force, fourth one is weak nuclear force. What is mean by gravitational force? Gravitational force എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is the universal force. Everybody in the universe attracts each other. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്ന ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്ത്
പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രത്യേകത ദാറ്റ് ഇസ് മ്യൂച്വൽ അട്രാക്റ്റീവ്. ഇത് അട്രാക്റ്റീവാണ്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് ഡിസ്റ്റൻസ്. മാസിനെയും ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ. മാസ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും, എന്നാൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയാണ് ചെയ്യുക. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മീഡിയം റിക്വയർ ചെയ്തിട്ടില്ല. പിന്നെ അതിലേറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം തന്നെ താങ്ങി നിർത്തുന്ന ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അതാണ് അവിടുത്തെ ഒരു വലിയൊരു തമാശ. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചുള്ള ആ പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തതാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ബിറ്റ്വീൻ ചാർജ്ഡ് ആൻഡ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ്, ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിൻ്റെയും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്, റിപ്പൽസീവ് ആണ്. നമുക്കറിയാം ലൈക്ക് ചാർജസ് റിപ്പൽസ്, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് വിൽ അട്രാക്റ്റ്, ആൻഡ് പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന് എന്താണ്? മീഡിയം ആവശ്യമില്ല, നോ മീഡിയം റിക്വയർ. ദിസ് ഈസ് 10⁻38 ടൈംസ് ലാർജർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി അടുത്തതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ വിച്ച് ഹാപ്പൻസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയോൺസ്. ഏതൊക്കെയാണ് ന്യൂക്ലിയോൺസ്? പ്രോട്ടോണും ന്യൂട്രോണും ഇന്ത്യയും ഇടയിൽ ഉള്ള ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഓഫ് നേച്ചറാണ്. ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ അടുത്ത ഡിസ്റ്റൻസിൽ നടക്കുന്ന ഫോഴ്സിനെയാണ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി വീക്ക് ന്യൂക്ലിയർ ഫോഴ്സോ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വീക്കാണ്. ഇത് റേഡിയോ ആക്റ്റീവ് ഡീക്കേക്ക് കാരണമായിട്ടുള്ള ഫോഴ്സാണ് ഇത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ഒക്കെ എന്താണ്? ലോങ് റേഞ്ച് ഫോഴ്സസ് ആണ്. എന്നാൽ പിന്നെ ന്യൂക്ലിയർ ഫോഴ്സസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസും അത് ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.